ഫൈദാ അറഫ്ത അന്നല്ലാഹ ഖലഖ ലിഇബാദതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പടച്ചത് ഇബാദത്തിനാണെന്ന് നീ മനസ്സിലാക്കിയാൽ, ഏറെക്കുറെ എല്ലാവർക്കും മുസ്ലിം ഉമ്മത്തിന് ഏകാഭിപ്രായമുള്ള കാര്യം തന്നെയാണല്ലോ അത്. അള്ളാഹു തആല നമ്മെ പടച്ചത് അവന് ഇബാദത്ത് ചെയ്യാനാണ് എന്നെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മറ്റു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇബാദത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പലപ്പോഴും അശ്രദ്ധ കാരണത്താൽ അതിൽ നിന്നും അവർ മറന്നുപോയാലും ഈ വസ്തുത എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ ഫഅലം, എങ്കിൽ നീ മനസ്സിലാക്കണം, എങ്കിൽ നീ തിരിച്ചറിയണം, അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്, ഇബാദത്ത് അതൊരിക്കലും ഇബാദത്ത് എന്ന് പറയപ്പെടുകയില്ല ഇല്ലാ മഅ തൗഹീദ്, തൗഹീദ് ഇല്ലാതെ അത് ഇബാദത്ത് എന്ന് പറയുകയില്ല. അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമാകുമ്പോഴാണ്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നു, ഒപ്പം മറ്റുള്ള ആളുകളോടും പ്രാർത്ഥിച്ചാൽ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടിയാകുന്നു. പിന്നീട് പുറത്തിറങ്ങി അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ചകൾ നടത്തുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി അറിവ് നടത്തുന്നു, എങ്കിൽ നിന്റെ ഇബാദത്തായിട്ടില്ല, നിന്റെ നിസ്കാരം ഇബാദത്തായിട്ടില്ല. ഇബാദത്താകണമെങ്കിൽ നീ ചെയ്യുന്ന മുഴുവൻ കാര്യം നിന്റെ ദീൻ മുഖ്ലിസ് ആയിരിക്കണം, അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. എങ്കിലാണ് യഥാർത്ഥത്തിൽ നിന്റെ ഇബാദത്താവുകയുള്ളൂ. അല്ലെങ്കിൽ നീ ചെയ്യുന്ന ബാക്കിയുള്ള അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളും അതും നഷ്ടത്തിലാണ്, യാതൊരു കാര്യവുമില്ല. 5 നേരത്തെ നിസ്കാരം നീ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് നിസ്കരിക്കുന്നു, അതിലൊരു ഔലിയായിനെയും ഒരു അമ്പിയായിനെയും നീ വിളിച്ചിട്ടില്ല, ഒരു ശൈഖിനെ നീ അതിൽ വിളിച്ചിട്ടില്ല, അള്ളാഹുവിനോട് മാത്രം നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പിന്നീട് പുറത്തു പോയിട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ഔലിയാക്കളോടും സാലിഹീങ്ങളോടും പോയി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ഈ സകല ഇബാദത്തുകളും, നിസ്കാരം ഉൾപ്പെടെയുള്ള സകല ഇബാദത്തുകളും അത് പിന്നീട് ഇബാദത്താണെന്ന് പറയുകയില്ല. നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇബാദത്താകണമെങ്കിൽ അത് മുഴുവൻ തൗഹീദ് നിറഞ്ഞതായിരിക്കണം. ഒന്ന് തൗഹീദ് നിറഞ്ഞത്, മറ്റൊന്ന് ശിർക്ക് നിറഞ്ഞത് ഇല്ല, അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല. നിന്റെ സകല ഇബാദത്തും തൗഹീദിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എപ്രകാരം? കമാ അന്ന സ്വലാത്ത ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ തഹാറ, ഇബാദത്ത് തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്താകുകയുള്ളൂ എന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിനക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എല്ലാവരും അംഗീകരിക്കുന്ന ഉദാഹരണമാണത്. നിസ്കാരം എന്ന് പറയുന്നത് അത് തഹാറത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ്. നിസ്കാരത്തിന്റെ നിബന്ധനയാണ് തഹാറത്ത്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണത്. ഒരാൾ നല്ല രീതിയിൽ വുളു എടുത്തു, നല്ല ശുദ്ധിയായി വുളു എടുത്തു, എല്ലാ കാര്യങ്ങളും കൃത്യമായി കഴുകി, നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് വെച്ച് അയാളുടെ വുളു പോയി എന്ന് വിചാരിക്കുക. പിന്നീട് നിസ്കരിക്കാൻ അയാൾ ആരംഭിച്ചു, നിസ്കാരവും വളരെ നന്നായിട്ട് ദീർഘമായി പാരായണം ചെയ്തിട്ട്, ദീർഘമായ റുക്കുകൾ, ദീർഘമായ സുജൂദുകൾ, ഇതെല്ലാം അയാൾ നിർവഹിച്ചു, സലാം വീട്ടി. ഇയാളെ കുറിച്ച് ഒരാളോട് ചോദിക്കുകയാണ്, ഇയാളുടെ നിസ്കാരത്തെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ഏതൊരു കുട്ടിയും പറയും നിസ്കാരം ശരിയാവൂല, വുളു നന്നായി എടുത്തിട്ടുണ്ട് പക്ഷെ നിസ്കാരത്തിന് മുമ്പ് അത് പോയിട്ടുണ്ട്, നിസ്കാരം വളരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വുളു ഇല്ലാതെയാണ് നിസ്കാരം ആരംഭിച്ചത്, നിസ്കാരം ശരിയായിട്ടില്ല, സ്വീകരിക്കുകയില്ല. നീ ഒരുപാട് കാര്യങ്ങൾ നന്നാക്കിയിട്ടുണ്ടല്ലോ, അതിൽ റുക്കുവും സുജൂദും ഫാത്തിഹയും സൂറത്തൊക്കെ ദീർഘിപ്പിച്ചിട്ടുണ്ടല്ലോ, ആദ്യം നല്ല വുളു ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ വന്ന ആ ഒരു വുളു മുറിഞ്ഞ കാര്യം അത് ഒന്ന് മാറ്റി നിർത്തി ബാക്കിയുള്ളതിന് പ്രതിഫലം, ബാക്കിയുള്ളതിന് കൂലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ദീനിന്റെ ബാലപാഠം അറിയുന്ന കുട്ടിക്കറിയാം, ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. എത്ര വൃത്തിയിൽ നീ വുളു എടുത്തു, എല്ലാ അഴുക്കുകളും പോയി, വളരെ കൃത്യമായി കയറ്റി കഴുകി, നിസ്കാരത്തിന്റെ തൊട്ടുമുമ്പ് നിന്റെ വുളു മുറിഞ്ഞു, പിന്നീട് നിസ്കാരം എത്ര ദീർഘിപ്പിച്ചു, ഒരു കാര്യവുമില്ല, അതിന് മുമ്പും ശേഷമുള്ള കാര്യത്തിൽ ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, നീ നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴൊക്കെ അല്ലാഹു തആലക്ക്, പക്ഷേ നീ നിന്റെ പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ അല്ലാഹു അല്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് അവരോട് പ്രാർത്ഥിക്കുന്നു. ഇല്ല, നിന്റെ മുഴുവനും ബാത്തിലായതുപോലെയാണ്. നിന്റെ തഹാറത്തിൽ ഒരു ഹദസ് സംഭവിച്ചതുപോലെയാണ് നിന്റെ ഇബാദത്തുകൾക്കിടയിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. വുളുള്ള ഒരുവന് വുളു മുറിയുന്ന ഒരു കാര്യം സംഭവിച്ചതുപോലെയാണ് നീ ഇബാദത്തുകൾ ചെയ്യുന്നതിനിടയിൽ ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അർപ്പിച്ചാൽ അത് മുഴുവനെയും ഇല്ലാതാക്കി കളയും. എത്ര വ്യക്തമായ ഉദാഹരണത്തിലൂടെയാണ് അത് അദ്ദേഹം പറഞ്ഞത്. ഫൈദാ ദഖല ശിർകു ഫിൽ ഇബാദത്തി ഫസദത്, ശിർക്ക് ഇബാദത്തിൽ കലർന്നാൽ അത് ഫസദത്, അത് ബാത്തിലായി പോയി, മുഴുവൻ കാര്യങ്ങളും ബാത്തിലായി പോയി. കൽ ഹദസി ഇദാ ദഖല ഫി തഹാറ, തഹാറത്തിൽ ശുദ്ധിയുള്ള ഒരാൾക്ക് ഹദസ് സംഭവിക്കുന്നത് പോലെ, അയാൾക്ക് വുളു മുറിയുന്ന
ശുദ്ധിയില്ലാതാകുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് പോലെ എത്ര കൃത്യമായിട്ടാണ് സഹോദരങ്ങളെ അദ്ദേഹം കാര്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള ക്ഷീണമോ അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് ചലനങ്ങളോ പ്രയാസങ്ങളോ ഇതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. കഷ്ടപ്പെട്ട് കുറേ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, കുറേ റമദാനിൽ നോമ്പെടുത്തിട്ടുണ്ട്, സുന്നത്ത് നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്, ഹജ്ജൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഉംറയൊക്കെ ഇടക്കിടക്ക് ചെയ്യാറുണ്ട്, പാവങ്ങളൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഷിർക്കിൽ നിന്നും അവൻ ഒരിക്കലും തൗബ ചെയ്ത് തിരിച്ചു മടങ്ങിയിട്ടില്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് കൈകൾ ഉയർത്തിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഹായം തേടിയിട്ടുണ്ട്. ഏതുപോലെയാണ്? നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ദീർഘമായ ഇബാദത്തിൻ്റെ ഇടയിൽ എവിടെയോ നിന്റെ വുളു മുറിഞ്ഞതുപോലെയാണ് ഒക്കെ പോയി. ഒരു കാര്യമില്ല. ഒരാൾ തറാവീഹ് 23 റക്അത്ത് അല്ലെങ്കിൽ 11 റക്അത്ത് ദീർഘമായി നിസ്കരിച്ചു, വുളു ഇല്ലാതെയാണ് നിസ്കരിച്ചത്. എന്തെങ്കിലുമൊക്കെ കാര്യം അതിലുണ്ടോ? ഇല്ല, അത് മുഴുവൻ ബാത്തിലായിപ്പോയി. അതുകൊണ്ട് ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ, അള്ളാഹു തആല അമൽ സ്വീകരിക്കുകയില്ല ഇല്ലാ മാ കാന ലഹു ഖാലിസ, അവന് വേണ്ടി മാത്രമാക്കണം. ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അവന് വേണ്ടി മാത്രമാക്കണം. വബ്തുഗിയ ബിഹി വജ്ഹു, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നീ ചെയ്യണം. നാളെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞത്.